അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, ഇന്നത്തെ വിഷയം നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. അദ്ദേഹം കേരളക്കരയിൽ ഭൗതികാരാധനക്ക് വിദ്യ മനുഷ്യനാണ്. ഞാൻ സാധാരണ പറയുന്ന വീടാണ്. അദ്ദേഹം തന്നെ സ്വന്തം പറയുന്നുണ്ട്, ഞാൻ ഏകദേശം 40 വർഷക്കാലമായി ഞാൻ പ്രസംഗിക്കുന്നു. പക്ഷേ ഈ പ്രസംഗമെല്ലാം തന്നെ അധിക പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ഭൗതികാരാധനയാണ്. അത് നാം ഏവരും കേൾക്കുന്നവർക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തോട് ഫോണിൽ കൂടി സംസാരിച്ചു. അതായത് അല്ലാഹുവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രമാണം കൊണ്ട് വല്ല തെളിവും കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി തന്നത്, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാം. അങ്ങനെ അദ്ദേഹം 3.5 മണിക്കൂറുള്ള വീഡിയോ എനിക്ക് 3 വീഡിയോ ഇട്ട് തന്നു. ഞാൻ കംപ്ലീറ്റ് കേട്ടു. അദ്ദേഹം 6200 ചില്ലാനും ആയിട്ടുണ്ട് ഖുർആനിൽ. ഒരൊറ്റായത്ത് ഓതിയിട്ടില്ല, ഒരൊറ്റായത്. പക്ഷെ ഓതിയിരുന്നു എന്താ, അതായത് അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുന്ന കാര്യം കുറേ ഉണ്ടല്ലോ ഖുർആനിൽ. സൂറത്ത് നിസാ 64, സൂറത്ത് മാഇദ 55, സൂറത്ത് മാഇദ 35, അങ്ങനെ അവസരം മനസ്സിലാക്കുള്ള ഈ പുരോഹിതന്മാർ ദുർവ്യാഖ്യാനിക്കുന്ന ആയത്തുണ്ട്. അത് സൂറത്ത് നിസായിൽ 64 നമ്പർ ആയത്ത് ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി മാത്രം ഓതി. എത്രമാത്രം അത് ഭൗതിക ആരാധന നടത്താൻ, അതായത് മൺമറിഞ്ഞ ഔലിയാക്കന്മാരോട് അവരോട് പ്രാർത്ഥിക്കാനും സഹായം തേടുവാനുമുള്ള തെളിവിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഖുർആൻ ഓതിയത്. മനസ്സിലായില്ലേ? അപ്പം അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കും, അവരോട് മാത്രം പ്രാർത്ഥിക്കുന്ന ധാരാളം കണക്കുകളിൽ പ്രാർത്ഥനകളുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം ഇപ്പോഴെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം സാധാരണ സോഷ്യൽ മീഡിയയിൽ കേൾക്കാറുണ്ട്, ഇവിടെ മടപുരി വരുന്നതിന് മുമ്പ് ഇവിടെ ആകാശമില്ലേ ഭൂമിയില്ലേ. പക്ഷെ അതൊക്കെ വഞ്ചനയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് മുനാഫിക്കീത്തിന്റെ സംസാരമാണ്. അദ്ദേഹം ശരിക്കും, അതായത് അതൊക്കെ അദ്ദേഹം വിശ്വസിച്ചു പോകുന്ന കാര്യമാണ്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം മൊയ്തിമാലയുടെ 52 ബലികളുണ്ടല്ലോ മൊയ്തിമാല. ആ മൊയ്തിമാല പരിശോധിച്ചാൽ നോക്കിയാൽ മൊയ്തി റഹ്മത്തുള്ളാഹിയെ പറ്റിയിട്ട് എന്താണ് പലതും പറയാം. കുതുബുൽ ആലം എന്നും ലോകം നിയന്ത്രിക്കുന്നതെന്നൊക്കെ പല വിഷയങ്ങളും ആ മൊയ്തിമാലയിൽ കാണാൻ സാധിക്കും. അതൊക്കെ ഇവർ തള്ളുന്നുണ്ട്. ഇല്ല, അത് നമ്മുടെ നൗസാദ് ചിലപ്പോൾ ഇതിനോട് ചോദിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ. ഇപ്പോഴെന്താ അദ്ദേഹത്തിന് ഞാൻ ഈ വിഷയം ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, അത് ഇപ്പം അദ്ദേഹം ഈ ലോകം നിയന്ത്രിക്കുന്ന ഇത് മടവൂരാണോ, ഇവിടെ ആകാശമില്ല ഭൂമിയും മടവൂര് വരുന്നതിന് മുമ്പായിട്ടില്ല എന്ന് പറയുന്ന വഞ്ചനയാണ്. പക്ഷെ അതേ സമയത്ത് ഇപ്പോഴെന്താണ് കാന്തവനം പറയുന്ന വിഷയം, അതായത് മുദബ്ബിറാത്തി അംറ എന്ന് പറയുന്ന ആ ആയത്ത് ഓതിയിട്ട് കാന്തപുരം എന്താണ് പച്ചക്കാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, അതായത് മുതൽ അഭ്യാസത്തിൽ 5-ാമത്തെ ആയത്താണത്. അദ്ദേഹം മോദി എന്താണ് പറയുന്നത്, അതായത് ഖുർആൻ ആയത്ത് ഓതിയിട്ടാണ് പറയുന്നത്, ലോകം നിയന്ത്രിക്കുന്നത് അള്ളയല്ല, അർവായികളാണ്. കാരണം അവിടെ ഏകവചനം പറഞ്ഞിട്ടില്ല, ബഹുവചനമാണ് പറഞ്ഞതെന്ന്. ഞാൻ സാധാരണ ഇത് വിശദീകരിക്കുന്ന കാര്യമാണ്, ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലാക്കന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മലാക്കന്മാരെ പറ്റി പറഞ്ഞ വിഷയമാണ്. അതായത് ബഹുവചനമായിട്ട് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല പല മലാക്കന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസ്രായീൽ, ഇസ്രാഫീൽ, മലക്കുൽ മൗത്ത്, ഇതൊക്കെ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഓർഡർ എപ്പോഴാണ് വരുന്നത്, ഖുർആൻ ആയത്താണ്. ഏത് സന്ദർഭത്തിലാണ് വരുന്നത്, അപ്പം അത് മലാക്കന്മാർ നടപ്പിൽ വെച്ചും. ഇതാണ് അതിൻ്റെ ആ മലാക്കന്മാരെ പറ്റിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത്. അള്ളാഹു ചില വിഷയം സ്ത്രീകളെ പറ്റിയിട്ട് സത്യം ചെയ്യാറുണ്ടല്ലോ, കാലത്തിനൊക്കെ പിടിച്ചിട്ട്. അന്നൊക്കെ ആ ഒരു നിലപാടല്ല. അത് നേരെ ഇവരെന്ത് ചെയ്തു, ഈ കാന്തവരെ പച്ചക്ക് പറഞ്ഞു, അള്ളെല്ലാം ലോകം നിയന്ത്രിക്കുന്നത്, അവിടെ ഏകവചനം പറഞ്ഞിട്ടില്ല, ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്. ലോകം നിയന്ത്രിക്കുക അറുവായികളാണ്, അതാണ് ലോകം നിയന്ത്രിക്കുക സി എം വടപുരാന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഇതെന്താണല്ലോ വിഷയം. എന്തൊക്കെയാണ് ഈ പുരോഹിതന്മാർ എന്തൊക്കെയാണ് പറയുന്നത് കേട്ട് സോഷ്യൽ മീഡിയ നിങ്ങൾ തുറന്നു. പക്ഷെ ഇതിനൊക്കെ കൗമുണ്ടല്ലോ ഇവിടെ.
ഇവിടെ കൗമുകൾ ഇത് കേൾക്കാനും ഇത് വിശ്വസിക്കാനും കൗമുണ്ട്. അതുകൊണ്ടല്ലേ കൗമുണ്ട് ഇവിടെ. ആ കൗമുണ്ടായതിൻ്റെ പേരിലാണ് ഈ അവസ്ഥയിൽ വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞാൻ പറഞ്ഞ ഇതേ പരിപാടിയിൽ പറഞ്ഞ സംസാരങ്ങളും ഈ കാന്തപുരം പറയുന്ന സംസാരം നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക. എന്നിട്ട് എന്താണ് ഇവരെ പറ്റിയിട്ട് വിലയിരുത്തുക. എന്നിട്ട് നമ്മളെ പലരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചിട്ട് ഇവരെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇനി ഇത്തരം നിലപാടിലേക്ക് നമ്മൾ ആരും ഇവരെ ഷർറിൽ പെടാതെ തന്നെ നമ്മൾ ലോകജന മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി അൽ മഷ്ഹൂർ ബി സിഎം വലിയില്ല, സിഎം വലിയുള്ള എന്നുള്ള പേരിലാണ് മഷ്ഹൂർ. അവര് ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അത്ര വലിയ മഹാനാണ്. അത്രയും വലിയ മഹാനാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൻ. കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അല്ലാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അല്ലാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ, അല്ലാഹു ഒരുവനാണല്ലോ. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അല്ല. അല്ലാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അല്ലാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ ആണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് ഈ ആയത്തോതിയിട്ട് ചിലപ്പോൾ പ്രസംഗിക്കാറുണ്ട്. ആ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന മുബ്തദീകൾ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും കാന്തപുരവും തമ്മിൽ തർക്കമാണെന്ന് പറഞ്ഞ് ഫിത്നയും ഫസാദും പറയുന്ന ചില വിഡ്ഢികളുണ്ട്, ചില പുത്തൻവാദികളുണ്ട്. ഒരു മുസ്ലിമും ഒരു മുതഅല്ലിമും അതിൽ പെട്ടുപോകണ്ട. മഹാനായ ഉസ്താദ് അവറുകൾ പറഞ്ഞത് തഫ്സീറിലുള്ള കാര്യമാണ്, ഞാൻ പറയുന്നതും തഫ്സീറിലുള്ള കാര്യമാണ്.